അപ്പൊ തുടങ്ങാല്ലേ? ഹര ഹരോ. സ്വർണക്കൊള്ളയുടെ അന്വേഷണം ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അതുകൊണ്ടാണ് അരുൺകുമാർ പറഞ്ഞത് ഒരു കാരണവശാലും കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയാവില്ല. ഇയാൾക്ക് എങ്ങനെ അറിയാം പ്രതിയാവില്ല എന്ന്? അതല്ല ഉദ്ദേശം. പിണറായി വിജയൻ കീറിയ നീർച്ചാലിലൂടെയാണ് ഈ SITയുടെ അന്വേഷണം ഇപ്പൊ പോകുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ഒരു മാന്യനാണെങ്കിൽ, പ്രശാന്ത് ഒരു കള്ളനല്ലെങ്കിൽ, ഇതാ എന്നെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ ദേ പോകുന്നു എന്ന് പറഞ്ഞുകൂടെ? കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അങ്ങനെ വരില്ല. കാരണം വളരെ കൃത്യമാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അവസാനിപ്പിക്കണം. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഹൈക്കോടതി പറഞ്ഞു, നേരത്തെ ഇവിടെ CPMന്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞു, ഹൈക്കോടതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ SITയുടെ അന്വേഷണത്തെക്കുറിച്ച് വലിയ തൃപ്തിയൊന്നും ഹൈക്കോടതി കാണിച്ചിട്ടില്ല. ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന എന്റെ കക്ഷി അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കത് സഹിക്കൂല. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സർക്കാർ ഉണ്ടല്ലോ, ഈ പിണറായിയുടെ സർക്കാർ ഈ നാട്ടിലെ ക്ഷേത്രങ്ങളെ തകർക്കണം, ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കണം, ഹിന്ദുത്വത്തെ തകർക്കണം. അതൊരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ടാ. സുവർണ കേരളത്തിന്റെ പുതിയ കുറി വന്നിരിക്കുന്നു, കേരളത്തിന്റെ പുതിയ ഭാഗ്യക്കുറി ടിക്കറ്റ്. നിങ്ങളൊന്ന് അഭിലാഷ് അത് കണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞെട്ടിപ്പിക്കുന്ന സംഭവമല്ലേ ഒരു ഭാഗ്യക്കുറി ടിക്കറ്റിലെ ചിത്രം? അത് സഹിക്കാൻ പറ്റൂല സാർ. ഒരു ഭാഗ്യക്കുറി ഭാഗ്യക്കുറിയുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ശിവലിംഗത്തിലേക്ക് ഒരു യോനിയിൽ നിന്ന് ആർത്തവ രക്തം ഒഴിക്കുന്നത്. എന്തിന്റെ കേടാണെന്ന് ഇവന്മാർക്ക് എന്തിന്റെ കേടാ? പോയി ചത്തുടടാ. ഇത് ചെയ്ത സെക്രട്ടറി, ആ സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കണ്ടേ? ഭാഗ്യക്കുറിയുടെ ചുമതലയുള്ള മന്ത്രി രാജിവെക്കണ്ടേ? ഇവര് മാപ്പ് പറയണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ നാട്ടിലെ ഹിന്ദുക്കളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ശിവലിംഗത്തെയും അപമാനിക്കല്ലേ ഇവന്മാർ ചെയ്യുന്നത്, ഈ കള്ളന്മാർ ചെയ്യുന്നത്? ചെറ്റത്തരെന്നോ തെണ്ടിത്തരെന്നോ പറയാൻ പറ്റുന്ന തരത്തില് നായിന്റെ പട്ടി മോനെ. ആരാണ് ഇതിന്റെ പിന്നിൽ? പറ്റാത്ത ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിൽ ഇറങ്ങിപ്പോ പോരാ. എന്തോ ഒരു കൊല്ലാമ വിട മാട്ടേ.